സംവിധായകൻ പ്രിയനന്ദനന് നേരെ ആക്രമണം. തലയിലൂടെ ചാണകവെള്ളം ഒഴിച്ചതിനു ശേഷം മർദ്ദിച്ചു. ആക്രമണത്തിന് പിന്നിൽ RSS എന്ന പ്രിയനന്ദൻ. പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരക്ക് വർധനവിന്റെ പേരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രക്കാരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായി വ്യാപക പരാതി. മീറ്റർ റീസെറ്റ് ചെയ്യുന്നതിന്റെ മറവിലാണ് പകൽ കൊള്ള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന. വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും നടപടി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൂട്ടസ്ഥലം മാറ്റം. തൃശൂർ RTO ഓഫീസിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. 2000-ഓളം പോലീസുകാരെ വിന്യസിക്കും. സുരക്ഷയ്ക്ക് തണ്ടർ ബോൾട്ട് സേനയും. നാടക കാഴ്ചകൾക്ക് വിട. ഒരാഴ്ചക്കാലം സാംസ്കാരിക നഗരിക്ക് ലോക നാടക കാഴ്ചകൾ സമ്മാനിച്ച ഇറ്റ്ഫോക്ക് നാടകമേളയ്ക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംവിധായകൻ പ്രിയനന്ദനന് നേരെ ആക്രമണം. തലയിലൂടെ ചാണകവെള്ളം ഒഴിച്ച് മർദ്ദിച്ചു. ആക്രമണം ആസൂത്രിതമെന്ന് പ്രിയനന്ദനൻ. പ്രതി പിടിയിൽ. വല്ലച്ചിറയിലെ വീടിന് സമീപത്ത് വെച്ച് വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു ആക്രമണം. വീടിന് 200 മീറ്റർ അകലെയുള്ള കടയുടെ സമീപം എത്തിയപ്പോൾ രാവിലെ മുതൽ കാത്തിരുന്ന അക്രമി കയ്യിൽ കരുതിയിരുന്ന ചാണകവെള്ളം തലയിലൂടെ ഒഴിക്കുകയും കഴുത്തിന് മർദ്ദിക്കുകയുമായിരുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞാണ് ചാണകവെള്ളം തലയിലൂടെ ഒഴിച്ച് മർദ്ദിച്ചതെന്നും ആസൂത്രിത ആക്രമണത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്നും പ്രിയനന്ദൻ പറഞ്ഞു. ഭീഷണി മുമ്പേ നിലനിർത്തുന്നുണ്ടല്ലോ നമ്മൾ. ഇനി പറഞ്ഞ ഇനിയും മേലാക്കം ഇത് നിങ്ങൾക്ക് തുടർച്ച മാത്രമാണെന്നാണ് പറയണത്. ഇത് ഞങ്ങളിത് പറഞ്ഞിട്ട് ഇതൊരു തുടക്കമാണ്. ഇനിയും കൂടുതൽ ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. BJP RSS പ്രവർത്തനമാണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഇതിൽ. വല്ലച്ചിറ സ്വദേശിയായ നടുവിൽ വീട്ടിൽ സരോവറാണ് പ്രിയനന്ദനെ മർദ്ദിച്ചത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയനന്ദൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായിരുന്നു. പിന്നീട് ഇത് പിൻവലിക്കുകയും ചെയ്തു. അന്നു മുതൽ പ്രിയനന്ദനന് ഭീഷണിയുണ്ടായിരുന്നു. പരിക്കേറ്റ പ്രിയനന്ദനൻ ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെടില്ലെന്നും അതിനു മാത്രം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രിയനന്ദനൻ പറഞ്ഞു. ഒരു ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതിൽ മനുഷ്യനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുമല്ലോ. പല കഥകൾ നമ്മൾ റിയൽ ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പലതരത്തിൽ ഓരോ മനുഷ്യനെ വ്യാഖ്യാനിച്ചെടുക്കുക എന്നുള്ള രീതി എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നും തോന്നുന്നില്ല. TCV തൃശൂർ. പ്രിയനന്ദനന് നേരെയുണ്ടായ അക്രമം അപലപനീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ ഭീഷണിയും സൈബർ ആക്രമണവും നടത്തിയിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് പ്രിയനന്ദനന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയനന്ദനെതിരെ BJP പ്രവർത്തകർ നടത്തിയ അക്രമം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. കേരളത്തെ ഉത്തരേന്ത്യൻ രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ ചെറുക്കുമെന്നും KK വത്സരാജ് പറഞ്ഞു. സംവിധായകൻ പ്രിയനന്ദനെ ആക്രമിച്ചതിനെതിരെ കലാകാരന്മാർ പ്രതിഷേധ കൂട്ടായ്മയൊരുക്കി. ഇറ്റ്ഫോക്ക് നാടകവേദിയിലെ നാടക പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുമാണ് പ്രതിഷേധ പരിപാടി ഒരുക്കിയത്. എങ്ങണ്ടിയൂർ കാർത്തികേയന്റെ നേതൃത്വത്തിൽ പാട്ടുകൾ പാടിയാണ് കലാകാരന് നേരെയുള്ള അതിക്രമത്തിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗത്തിൽ കരിവള്ളൂർ മുരളി, കുമാരവർമ്മ, ചന്ദ്രഹാസൻ, CR ദാസ്, പ്രേമപ്രസാദ്, KV ഗണേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പുതിയ നിരക്ക് വർധനയുടെ പേരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രക്കാരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായി വ്യാപക പരാതി. മീറ്റർ റീസെറ്റ് ചെയ്യുന്നതിന്റെ മറവിലാണ് ഈ പകൽ കൊള്ള. ഓട്ടോറിക്ഷകളുടെ മിനിമം നിരക്ക് 20-ൽ നിന്നും 25 രൂപയാക്കി ഉയർത്തിയിട്ട് 1.5 മാസമാകുമ്പോഴും നിരക്ക് വർധനയുടെ പേരിലുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ പകൽ കൊള്ളയ്ക്ക് അവസാനമായില്ല. ഓട്ടോറിക്ഷയ്ക്ക് മിനിമം നിരക്കിൽ 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാം. ഇത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും 13 രൂപ വീതമാണ് അധികം നൽകേണ്ടത്. എന്നാൽ മിക്ക ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മിനിമം നിരക്ക് കഴിഞ്ഞുള്ള അധിക ദൂരത്തിന് അനുവദിച്ചതിലും കൂടുതൽ നിരക്ക് ഈടാക്കുന്നുവെന്നാണ് യാത്രക്കാരുടെ പൊതുവായ പരാതി. പല ഓട്ടോകളിലും പഴയ മീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറങ്ങി കഴിയുമ്പം അവരൊരു പേപ്പർ എടുത്ത് നോക്കി അതിന് പറയുന്ന തുക നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് പലപ്പോഴും അറിയില്ല എത്ര രൂപ വരും എന്നുള്ളതൊന്നും. പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട്. മീറ്റർ ചാർജ് വരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇത് പലപ്പോഴും അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. സാധാരണക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവം. മീറ്റർ റീസെറ്റ് ചെയ്യുന്നതിലെ കാലതാമസമാണ് നിരക്ക് സംബന്ധിച്ച അവ്യക്തതയ്ക്ക് കാരണമെന്നാണ്
ഡ്രൈവർമാരുടെ മറുവാദം. എന്നാൽ മീറ്റർ റീസെറ്റ് ചെയ്തതും പഞ്ചായത്ത് പെർമിറ്റുള്ളതുമായ ഓട്ടോറിക്ഷകൾ പലതും യാത്രക്കാരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. അതേസമയം മീറ്റർ റീസെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ജില്ലാ ലീഗൽ മെട്രോളജി വകുപ്പ് തുടരുകയാണ്. 4 ക്വാർട്ടറുകളായി തിരിച്ചു നടക്കുന്ന മീറ്റർ റീസെറ്റ് നടപടികളുടെ 1ാം ഘട്ടം മാർച്ചോടുകൂടിയേ പൂർത്തീകരിക്കാനാകൂ. നിലവിൽ തൃശൂർ പരിധിയിലെ 700ഓളം ഓട്ടോറിക്ഷകളിൽ മാത്രമാണ് മീറ്റർ റീസെറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ ഡിസംബറോടുകൂടിയേ മീറ്റർ റീസെറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് നിലവിൽ ജില്ലാ ലീഗൽ മെട്രോളജി ഓഫീസിലുള്ളത് എന്നതും റീസെറ്റിംഗ് നടപടികൾ വൈകാൻ കാരണമാകുന്നുണ്ട്. ചുരുക്കത്തിൽ നിരക്ക് വർധനയുടെ പേരിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും തമ്മിലടി ഇനിയും നീളുമെന്ന് സാരം. TCV തൃശൂർ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന നടത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയ നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. ഇരിങ്ങാലക്കുട, ആളൂർ, പുതുക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും ദേശീയപാതയുടെ ഇരുവശങ്ങളിലും രാത്രികാലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചു വന്നിരുന്ന തട്ടുകടകളിലുമായിരുന്നു മിന്നൽ പരിശോധന. രാത്രികാല യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തട്ടുകടകളിൽ പലതും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് കണ്ടെത്തി. ഇത്തരം കടകൾക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുത്ത് ഹാജരാക്കുന്നതിനുള്ള കർശന നിർദ്ദേശവും നൽകി. പല ഹോട്ടലുകളിൽ നിന്നും പഴകിയ ആഹാര പദാർത്ഥങ്ങളും ഭക്ഷണത്തിൽ ചേർക്കുന്നതിനായുള്ള കൃത്രിമ നിറങ്ങളും കണ്ടെത്തി. എണ്ണ പലഹാരങ്ങൾ പത്രക്കടലാസിൽ സൂക്ഷിച്ചിരിക്കുന്നതായും പല കടകളിലും കണ്ടെത്തി. പല സ്ഥാപനങ്ങളിൽ നിന്നും കേക്ക് നിർമ്മാണത്തിനായി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കാലാവധി കഴിഞ്ഞ പാൽ പാക്കറ്റുകളും കണ്ടെത്തി. മിക്ക ഹോട്ടലുകളിലെയും ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നും കണ്ടെത്തി. 21 ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ 3 എണ്ണത്തിന് പിഴ ചുമത്തുകയും 12 എണ്ണത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. തൃശൂർ ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ G. ജയശ്രീയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. TCV തൃശൂർ. കാഞ്ഞാണിയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബേക്കറികൾക്കും ഹോട്ടലുകൾക്കുമെതിരെ പിഴ ചുമത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും സമീപവാസികളുടെ പരാതിയെ തുടർന്ന് നടപടി. കഴിഞ്ഞയാഴ്ചയാണ് കാഞ്ഞാണിയിൽ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധന നടത്തി ഒരു ഹോട്ടൽ പൂട്ടിക്കുകയും 2 എണ്ണത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. തുടർന്ന് 2ാം ഘട്ടമായി ആരോഗ്യവകുപ്പ് സൂപ്പർവൈസർ KR രാജന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്തെ 3 ബേക്കറികളിലും 3 ഹോട്ടലുകളിലും പഴകിയ ഭക്ഷണ സാമഗ്രികൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ഈ ബേക്കറികളിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി വച്ചിരുന്ന പഴകിയ ഓറഞ്ചും കേടുവന്ന ആപ്പിളും പിടിച്ചെടുത്തതായും മണലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിമൽ കുമാർ പറഞ്ഞു. റൂട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനും പരിസരത്തിലുള്ള ബേക്കറി, മറ്റേ ടീ സ്റ്റോൾ എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ പരിശോധനയിൽ വ്യാപകമായിട്ട് പഴകിയ സാധനങ്ങളും അതുപോലെ ഉപയോഗശൂന്യമായുള്ള സാധനങ്ങൾ ജ്യൂസ് അടിക്കുന്നതിനും ഒക്കെ ആയിട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫൈൻ ചുമത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ബേക്കറികളിൽ നിന്നും കാലാവധി കഴിഞ്ഞ പാക്കറ്റ് ഭക്ഷണങ്ങളും കണ്ടെടുത്തതായി അധികൃതർ പറഞ്ഞു. ഫ്രൂട്ട് സലാഡിനു വേണ്ടി ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ചത്ത പാറ്റകളെയും കണ്ടെത്തി. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വാടക കെട്ടിടത്തിലും രഹസ്യവിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് 30ഓളം പേരെ താമസിപ്പിച്ചിരുന്നത്. ഇവർക്ക് ഹെൽത്ത് കാർഡും മറ്റും ഇല്ലെന്നും കണ്ടെത്തി. പരിസരമാകെ ദുർഗന്ധം വമിച്ച മലിനജലം പരിസരത്തെ പറമ്പുകളിലേക്ക് ഒഴുക്കിവിടുകയാണെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഹാൻഡ്സ്, പാൻപരാഗ് തുടങ്ങിയവയുടെ ഒഴിഞ്ഞ പാക്കറ്റുകളും മദ്യക്കുപ്പികളും കൊണ്ട് പ്രദേശം നിറഞ്ഞിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൊഴിലാളികളെ താമസിപ്പിച്ച കെട്ടിടമുടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ രാജേഷ്, സജി, സ്വപ്ന തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV അന്തിക്കാട്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ
ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൂട്ടസ്ഥലമാറ്റം. തൃശൂർ RTO ഓഫീസിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ 5 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് ഒന്നിച്ച് പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റിയത്. പകരം പാലക്കാട് നിന്ന് തൃശൂരിൽ ചുമതലയേൽക്കേണ്ടവർ എത്താതിരുന്നതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ നടക്കേണ്ടിയിരുന്ന ടെസ്റ്റുകൾ മുടങ്ങിയത്. തൃശ്ശൂർ ഇതുവരെ ഈ കൂട്ടത്തോടുള്ളൊരു ട്രാൻസ്ഫർ ഇതുവരെ നടന്നിട്ടില്ല. 5 പേർ ഒരുമിച്ച് പാലക്കാടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് AMBസിനെ. അപ്പോൾ അതുമൂലം ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണിംഗ് ടെസ്റ്റൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. പലർക്കും പുറമെ പോകേണ്ട ആൾക്കാരുണ്ട്, ഗൾഫിൽ പോകേണ്ട ആൾക്കാരുണ്ട്, വേറെ സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്യണവരുണ്ട്. അവരൊക്കെ ഇന്നത്തെ ഡേറ്റ് എടുത്തിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് വാങ്ങിച്ചത്. അതൊക്കെ ഇന്ന് മുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് പോയവർക്ക് പകരം പാലക്കാട് നിന്നുള്ളവർ ഇങ്ങോട്ട് വരണം. അവർ പറയുന്നത് അവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചിട്ടുണ്ട്, അത് കാരണം ഇവിടെ എത്തില്ല എന്നുള്ള ഇതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നത്. ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നത് ശരിയാവും എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി തൃശ്ശൂർ RTOസിൽ. മതിയായ ഉദ്യോഗസ്ഥരുടെ അഭാവത്താൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ജനുവരി 30 മാറ്റിവെച്ചതായുള്ള അറിയിപ്പ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയത് വ്യാഴാഴ്ച വൈകിട്ടാണ്. ഉദ്യോഗസ്ഥർ എത്താതിരുന്നാൽ തിങ്കളാഴ്ച നടത്തേണ്ട ടെസ്റ്റുകളുടെ കാര്യവും അനിശ്ചിതത്വത്തിലാണ്. പകരം ജോലിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ടെസ്റ്റിനെത്തിയവർ നിരാശരായി മടങ്ങി. ഉദ്യോഗസ്ഥരെ ചെക്ക് പോസ്റ്റുകളിൽ മേഖലാടിസ്ഥാനത്തിൽ റൊട്ടേഷനായി 3 മാസത്തേക്ക് നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്നും തിങ്കളാഴ്ച യാതൊരു തടസ്സവുമില്ലാതെ ടെസ്റ്റുകൾ നടക്കുമെന്നും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് വകുപ്പിലെ സെക്രട്ടറി കമ്മീഷണർ തല ശീതസമരമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നിലവിൽ 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും 5 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും കുറവുള്ള തൃശൂർ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പ്രവർത്തനം താറുമാറാകുമെന്നാണ് ആശങ്ക. TCV തൃശൂർ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി കൂറ്റൻ വേദി ഒരുങ്ങുന്നു. സമ്മേളന നഗരിയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് താൽക്കാലിക റാമ്പും ഒരുക്കും. 40 അടി വീതിയിൽ 20 അടി നീളത്തിൽ 10 അടി ഉയരത്തിലാണ് വേദി ഒരുങ്ങുന്നത്. വേദിക്ക് സമീപം പ്രത്യേക ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വേദിയുടെ 50 മീറ്റർ അകലെയായാണ് പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. 24 അടി വീതിയും 40 അടി നീളമാണ് സ്റ്റേജിൻ്റെ വലിപ്പം. സ്റ്റേജിൻ്റെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അത് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. സമ്മേളന നഗരിയിൽ LED സ്ക്രീനും സ്ഥാപിക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ സമ്മേളന നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കും. മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചാണ് ആളുകളെ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിപ്പിക്കുക. സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുന്നതിന് 5 എൻട്രൻസുകളാണ് ഒരുക്കുന്നത്. നടുവിലാലിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് താൽക്കാലിക റാമ്പ് സ്ഥാപിക്കും. VVIPകളെ നായ്ക്കനാൽ ജംഗ്ഷനിലൂടെയാണ് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിപ്പിക്കുക. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സെന്റ് തോമസ് കോളേജ് റോഡിൽ നിന്ന് പറമേക്കാവ് ജംഗ്ഷനിലേക്ക് തിരിഞ്ഞ് നെഹ്റു പാർക്കിന് മുന്നിലൂടെ തേക്കിൻകാട് മൈതാനിയിൽ പ്രവേശിച്ച് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 2000-ഓളം പോലീസുകാരെ വിന്യസിക്കും. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ തണ്ടർ ബോൾട്ട് കമാൻഡോസിനെയും വിന്യസിക്കും. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി 27-ന് വൈകിട്ട് 4-നാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം സമ്മേളന വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ എത്തും. കുട്ടനെല്ലൂർ ഹെലിപ്പാഡ് മുതൽ സമ്മേളന നഗരി വരെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വേദിക്ക് സമീപം ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മണിക്കൂറുകൾ ഇടവിട്ട് പരിശോധന നടത്തുന്നുണ്ട്. ലോഡ്ജുകളിലും ജില്ലയിലെ അതിർത്തികളിലും തീരദേശ മേഖലയിലും പോലീസ് പ്രത്യേക പരിശോധന തുടരുകയാണ്. മണ്ണുത്തി നടത്തറ തൃശൂർ റോഡിലും കുട്ടനെല്ലൂർ തൃശൂർ റോഡിലും 27-ന് രാവിലെ മുതൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡിലെ ജംഗ്ഷനുകളിൽ പോലീസ് താൽക്കാലിക ബാരിക്കേഡ് സ്ഥാപിക്കും. 27-ന് ഉച്ചയ്ക്ക് 1 മുതൽ സ്വരാജ് റോഡിലും സമീപ റോഡിലും ഗതാഗത നിയന്ത്രണവും വാഹന പാർക്കിംഗ് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ അവലോകന യോഗം ശനിയാഴ്ച നടക്കും. രാമവർമ്മപുരം പോലീസ് സായുധ സേന ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേരുന്നത്. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായുള്ള വാഹനവ്യൂഹത്തിന്റെ
ട്രയൽ റൺ നടക്കുന്നതിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ച മുതൽ നഗരത്തിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഒരാഴ്ചക്കാലം സാംസ്കാരിക നഗരിക്ക് ലോക നാടക കാഴ്ചകൾ സമ്മാനിച്ച ഇറ്റ്ഫോക്ക് നാടകമേളയ്ക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. വെള്ളിയാഴ്ച ഇറ്റാലിയൻ നാടകമായ ദി റിച്വൽ, ഇറാനിൽ നിന്നുള്ള മിഡ് സമ്മർ നൈറ്റ് ഡ്രീംസ്, മലയാള നാടകം അലി ബിയോണ്ട് ദി റിംഗ് എന്നിവ അരങ്ങിലെത്തി. ശനിയാഴ്ച ഇറ്റാലിയൻ നാടകമായ ദി റിച്വൽ, ഇറാനിൽ നിന്നുള്ള മിഡ് സമ്മർ നൈറ്റ് ഡ്രീംസ് എന്നിവയുടെ പുനരവതരണവും മലയാള നാടകമായ നുണയും അരങ്ങിലെത്തും. ഒപ്പം സൂഫി ഗവാലിയും അരങ്ങേറും. മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും അണിയറ പ്രവർത്തകരുമായുള്ള സംവാദവും അരങ്ങേറി. പ്രളയാനന്തര അതിജീവനത്തോടനുബന്ധിച്ച് ചിലവ് ചുരുക്കിയാണ് ഇത്തവണ ഇറ്റ്ഫോക്ക് നാടകമേള അണിയിച്ചൊരുക്കിയത്. നാടകമേളയുടെ ഭാഗമായി ബ്ലാക്ക് ബോക്സിൽ ഒരുക്കിയ ആശ്ചര്യചൂടാമണി സമൂഹ ചുമർചിത്രരചനയും ശില്പ ചിത്രപ്രദർശനവും ശ്രദ്ധേയമായി. ദി വെൽ എന്ന ഇറാനിയൻ നാടകം, ഹിഗ്യുറ്റ, വിയറ്റ്നാമിൽ നിന്നുള്ള വാട്ടർ പപ്പറ്റ്, ദി മേഡ്സ് എന്ന മലേഷ്യൻ നാടകം എന്നിവയെല്ലാം പ്രേക്ഷകരുടെ കയ്യടി നേടി. അതേസമയം ശാകുന്തളം പോലെ പ്രേക്ഷകരുടെ മനം മടിപ്പിച്ച നാടകങ്ങളും ഇത്തവണ അരങ്ങിലെത്തി. ന്യൂസ് ഡെസ്ക് TCV. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നടൻ മോഹൻലാലിനും ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനും പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചു. ശിവഗിരിയിലെ സ്വാമി വിശുദ്ധാനന്ദ, പുരാവസ്തു വിദഗ്ധൻ KK മുഹമ്മദ്, ഗായകൻ KG ജയൻ, ചലച്ചിത്ര താരം പ്രഭുദേവ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളും ലഭിച്ചു. 4 ദശാബ്ദങ്ങൾ പിന്നിട്ട അഭിനയ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾക്ക് പിറകെയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. 2001 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച മോഹൻലാലിന് 2 തവണ മികച്ച ചലച്ചിത്ര നടനുള്ള ദേശീയ പുരസ്കാരവും 3 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് ഭാരതരത്ന പുരസ്കാരം. സംഗീതജ്ഞൻ ഭൂപൻ ഹസാരിക, സാമൂഹ്യ പരിഷ്കർത്താവ് നാനാജി ദേശ്മുഖ് എന്നിവരും ഭാരതരത്നയ്ക്ക് അർഹരായി. ഇരുവർക്കും മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന നൽകുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചത്. വിശിഷ്ട സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മെഡലുകൾ പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹരായി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ S ഷാജി, പ്രിവന്റീവ് ഓഫീസർ TG മോഹൻ, കയ്പമംഗലം SI KJ ജിനേഷ്, വനിതാ CPO PN ഇന്ദു, സീനിയർ CPO ലിൻഡോ ദേവസി, ASI VV ജോസ്, AR ക്യാമ്പ് ഡ്രൈവർ PK നിഷാദ്, തൃശൂർ ഇന്റലിജൻസ് യൂണിറ്റിലെ SI PU രാമചന്ദ്രൻ, ASI ജോസ്, SI PP ഷാജൻ, പോലീസ് അക്കാദമി SI TK പവിത്രൻ, റിസർവ് ഇൻസ്പെക്ടർ NJ ഉണ്ണികൃഷ്ണൻ, വനിതാ CPOമാരായ VC ബിന്ദു, PC ഉഷ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ P രവികുമാർ, വാഴച്ചാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PA അനൂപ്, ഫ്ലൈയിങ് സ്ക്വാഡ് ബീറ്റ് ഓഫീസർ TU രാജ്കുമാർ, ബീറ്റ് ഓഫീസർ R വിജയകുമാർ എന്നിവരാണ് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹരായത്. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സമീപനത്തെ വിമർശിച്ച് ഗവർണർ P സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം. 14ാം നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുയർന്നത്. സാമ്പത്തിക രംഗത്ത് ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന ബന്ധം ഉലഞ്ഞ അവസ്ഥയിലാണ്. കേന്ദ്രവും സംസ്ഥാനവുമായുള്ള ബന്ധം പരമാവധി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന് അർഹമായ സഹായങ്ങൾ നൽകുന്നതിൽ കേന്ദ്രം അലംഭാവം കാട്ടുകയാണെന്നും ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 7 വരെയാണ് നിയമസഭാ സമ്മേളനം. ജനുവരി 31 സംസ്ഥാന ബജറ്റ്. CPMന്റെ രാഷ്ട്രീയം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായി അവതരിപ്പിച്ചത് പരിഹാസ്യമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തെ തുടർന്ന് കേരളത്തിന് കേന്ദ്രം യാതൊരു സഹായവും നൽകിയില്ലെന്ന വസ്തുതാവിരുദ്ധമായ പ്രസംഗമാണ് ഗവർണർ നടത്തിയത്. ഗവർണർ പദവിയോടുള്ള അനാദരവും നിയമസഭയെയും ജനാധിപത്യത്തെയും അപമാനിക്കുകയും ചെയ്യുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. കേരളത്തിന് വെളിയിൽ പൊതുവേദിയും കേരളത്തിൽ മത്സരവും എന്നുള്ളത് ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
CPMന്റെ രാഷ്ട്രീയ പ്രസംഗം ഗവർണറെ കൊണ്ട് വായിപ്പിക്കുന്നത് ഗവർണർ പദവിയോട് കാണിക്കുന്ന അനൗചിത്യമാണ്, ഗവർണർ പദവിയോട് കാണിക്കുന്ന അനാദരവാണ്. പ്രിയനന്ദനെ ആക്രമിച്ചതിൽ BJPക്ക് പങ്കില്ല. ആര് ആക്രമിക്കപ്പെട്ടാലും BJPയെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യമൊട്ടാകെ CPMും കോൺഗ്രസും രൂപീകരിക്കുന്ന മഹാസഖ്യം കേരളത്തിലുണ്ടോയെന്ന് കോടിയേരിയും ചെന്നിത്തലയും വ്യക്തമാക്കണം. CPMും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കാനായി BJP വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവമോർച്ച സംസ്ഥാന സമ്മേളനം 27-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച സമ്മേളനത്തിന്റെ ഭാഗമായി യുവജന റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ആധുനിക രാവണന്റെ വേഷം പകർന്നാടുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക, കൊടിമര, ബലിദാൻ, ജ്യോതി യാത്രകൾ തൃശൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ CPM രണ്ടും കെട്ട കളിയാണ് നടത്തുന്നത്. പക്ഷേ മോദിക്കെതിരെ പാർലമെന്റിൽ കൈയുയർത്താൻ കേരളത്തിൽ നിന്ന് ഒരു CPM പ്രതിനിധിയും ഉണ്ടാകില്ലെന്നും അവർ പറഞ്ഞു. ഒരു മാർക്സിസ്റ്റുകാരനും ഒരു പാർലമെന്റിൽ നിന്നും ജയിച്ച് അങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? അവർ വോട്ട് ചോദിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചോദിച്ച് ജയിച്ച് അങ്ങോട്ടേക്ക് പോയി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊന്നു തമ്പുരാനെ നേതാവായി വാഴിക്കാൻ. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയും നയിച്ച ബലിദാൻ ജ്യോതി യാത്രയും കണ്ണൂരിലെ KT ജയകൃഷ്ണന്റെ ബലികുടീരത്തിൽ നിന്നുള്ള കൊടിമര പതാക ജാഥയും സംഗമിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കൂർ പീച്ചാംപിള്ളിക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രളയത്തിൽ തകർന്ന വലിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി 40 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ഒരു മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. പ്രളയത്തിൽ തകർന്ന ആലയങ്ങാട് പീച്ചാംപിള്ളി റോഡിലെ വലിയ പാലം പുനർനിർമ്മിക്കുന്നതോടെ 5 മാസത്തിലേറെയായുള്ള നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. പ്രളയത്തിൽ പൂർണ്ണമായും പാലം തകർന്നതോടെ ഗതാഗത സൗകര്യമില്ലാതെ നട്ടം തിരിഞ്ഞ നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. തെങ്ങിന്റെ തടികൾ ചേർത്ത് നാട്ടുകാർ നിർമ്മിച്ച പാലമാണ് പീച്ചാംപള്ളിയിലേത്. വലിയ വാഹനങ്ങൾ കുറച്ചു ദിവസം കടന്നുപോയിരുന്നെങ്കിലും പിന്നീട് നിർത്തി. താൽക്കാലിക പാലമായതിനാൽ ഉറപ്പിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലാത്ത സ്ഥിതിയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നാട്ടുകാർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നുപോകുന്നത്. തൃക്കൂർ, അളഗപ്പനഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. കല്ലൂരിൽ നിന്ന് വരാക്കര, വരന്തരപ്പള്ളി, മംഗലം തണ്ട് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരേയൊരു വഴിയാണിത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മന്ത്രി C. രവീന്ദ്രനാഥ് സ്ഥലം സന്ദർശിക്കുകയും പാലം പുനർനിർമ്മിക്കാൻ തുക അനുവദിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. 40 ലക്ഷം രൂപ അനുവദിച്ച പാലത്തിന്റെ നിർമ്മാണം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV പുതുക്കാട്. കൊരട്ടിയിൽ ദേശീയപാതയോരത്ത് സെപ്റ്റിക് മാലിന്യം തള്ളിയ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി മനോറുൽ ഇസ്ലാമാണ് പിടിയിലായത്. മാലിന്യം കൊണ്ടുവന്ന ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച ദേശീയപാതയിൽ പെരുമ്പിക്കും JTS ജംഗ്ഷനും ഇടയ്ക്കാണ് മാലിന്യം ഒഴുക്കിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊരട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. SI ജയേഷ് ബാലന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ASI ചന്ദ്രൻ, CPMമാരായ സിജു ആലുക്ക, പ്രതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. 2 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. പാലക്കാട് ഷോളയൂർ സ്വദേശി ചിന്നനെയാണ് CI KG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്സവ മേഖലകളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതാണ് പ്രതിയുടെ ശൈലി. SP-യുടെ സബ് ഡിവിഷണൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. SI UK ഷാജഹാൻ, പോലീസുകാരായ രാകേഷ്, നികേഷ്, അഷറഫ്, ബാബുരാജ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാത കുതിരാനിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കുതിരാൻ ശാസ്താക്ഷേത്രത്തിന് സമീപമായിരുന്നു കാറിന് തീപിടിച്ചത്. എറണാകുളം പാലാരിവട്ടത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിനശിച്ചത്. പാലാരിവട്ടം സ്വദേശി K. സഞ്ജയന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കാറിന് തീ പടർന്ന ഉടനെ കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ അപകടമൊഴിവായി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബുധനാഴ്ച സർവീസ് നടത്തിയ കാറാണ് തീപിടിച്ച് നശിച്ചത്. പകരം വയ്ക്കാനാകാത്ത നടന വൈഭവവുമായി മലയാള സിനിമാ രംഗത്ത് അരങ്ങ് തകർത്ത ഹാസ്യറാണിയുടെ ഓർമ്മകൾക്ക് 3 വയസ്സ്.
സിഗ്നലിനെ കുറിച്ചല്ലേ? ഇതെന്തിനുള്ള സിഗ്നലാ? ഇത് പിന്നെ വരാന്ന് പറയുന്നതല്ലേ? ഇതെന്തിന്റെ സൈന? പറയൂ കുട്ടി. അയ്യോ എനിക്ക് നാണാവും. എന്തിനാ നാണിക്കുന്നേ? അത് ചുമന്ന ത്രികോണമല്ലേ? ചിരിപ്പിച്ചും കരയിച്ചും സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച കൽപ്പന എന്ന കലാകാരിയുടെ അഭിനയ സബര്യ 33 വർഷമാണ് മലയാള സിനിമയെ സമ്പന്നമാക്കിയത്. നായികാവേഷങ്ങളിൽ നിന്ന് തന്റെ തട്ടകം ഹാസ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ചുവട് മാറ്റിയതാണ് കൽപ്പനയ്ക്ക് വഴിത്തിരിവായത്. ഹാസ്യ സാമ്രാട്ടായിരുന്ന ജഗതിക്കൊപ്പം കിടപിടിക്കുന്ന വേഷങ്ങൾ ചെയ്ത് കൽപ്പന പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു. പഞ്ചവടിപ്പാലത്തിലെ അനാർക്കലി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ മോഹിനി, ഡോക്ടർ പശുപതിയിലെ സൊസൈറ്റി ലേഡി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ കൽപ്പന എന്ന കലാകാരി പ്രേക്ഷക മനസ്സുകളെ കയ്യിലെടുക്കുകയായിരുന്നു. ஐயா என்ன ஃப்ரெஷ்ஷா இருக்கையா, உயிர் போன மாதிரியே தெரியல. நீ செத்து போனேன்னு எல்லாரும் பத்திக்கிறாங்க ஐயா. ஏய்யா ஒரு வார்த்தை கூட சொல்லாம എന്നെ വിട്ടിട്ട് പോനെ சொல்லு. 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള കൽപ്പന തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡും ലഭിച്ചു. ഒരു ഹാസ്യനടി എന്ന നിലയിൽ നിന്ന് സ്വഭാവ നടിയിലേക്കുള്ള വളർച്ചയാണ് ഏറ്റവും ഒടുവിൽ കൽപ്പനയിൽ കണ്ടത്. സ്പിരിറ്റിലെയും ചാർലിയിലെയും കഥാപാത്രങ്ങൾ അത്തരത്തിൽ പ്രേക്ഷകരുടെ ഉള്ളു പൊള്ളിച്ചവയായിരുന്നു. കൾച്ചറൽ ഡെസ്ക് TCV. വീട്ടമ്മയുടെ സത്യസന്ധതയും CITU ചുമട്ടുതൊഴിലാളികളുടെ മാതൃകപരമായ ഇടപെടലും മൂലം നഷ്ടപ്പെട്ട 2 ലക്ഷം രൂപ ഉടമയ്ക്ക് തിരികെ ലഭിച്ചു. കിഴക്കേക്കോട്ടയിലെ ചുമട്ടുതൊഴിലാളി PT ബിജുവിന്റെ അമ്മ എൽസിക്കാണ് പണം കളഞ്ഞു കിട്ടിയത്. കിഴക്കേക്കോട്ടയിലെ ജോയാലുക്കാസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായ പുലിക്കോട്ടിൽ വീട്ടിൽ എൽസി ജോലി കഴിഞ്ഞ് ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിലെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു റോഡിൽ കിടന്നിരുന്ന പണത്തിന്റെ കെട്ട് കിട്ടിയത്. അഞ്ചേരിച്ചിറ സ്വദേശി സ്വർണ്ണപ്പണിക്കാരായ മഴുവഞ്ചേരി വീട്ടിൽ MA രാജേഷിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ സ്റ്റേഷനിൽ എത്തിയ ഉടമയ്ക്ക് SI ജയകുമാറും എൽസിയും ചേർന്ന് പണം കൈമാറി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. വേലൂർ വെങ്ങിലശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ തേനീച്ച വളർത്തൽ കേന്ദ്രം സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. രാത്രികാലങ്ങളിലാണ് തേനീച്ച ശല്യം ഏറെയുള്ളത്. ഇലക്ട്രിക് ബൾബുകൾക്ക് ചുറ്റും എത്തുന്ന ഈച്ചകൾ സ്വൈരജീവിതത്തിന് തടസ്സമായിരിക്കുകയാണ്. 10ഓളം വീടുകളുള്ള ഇവിടെ ചെറിയ കുട്ടികളടക്കമുള്ള നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തേറ്റിരുന്നു. വേലൂർ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട്. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പൂങ്കുന്നം പടിഞ്ഞാറേക്കോട്ട റോഡിൽ നിന്നും കോട്ടപ്പുറം റോഡിലേക്ക് തിരിയുന്ന വഴിയിൽ റോഡിൽ കിടക്കുന്ന കോൺക്രീറ്റ് ബീമുകൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെയും കാനയുടെയും നിർമ്മാണശേഷം റോഡിൽ ഉപേക്ഷിച്ചു പോയ കോൺക്രീറ്റ് ബീമുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും എടുത്തു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. റോഡിലേക്ക് 2 മീറ്ററിലധികം തള്ളിക്കിടക്കുന്ന വലിയ കോൺക്രീറ്റ് ബീമുകൾ പലപ്പോഴും ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും ഈ കോൺക്രീറ്റ് ബീമുകൾ മൂലം പലപ്പോഴും സാധിക്കുന്നില്ല. ഈ സ്ലാബുകൾ കടന്നിട്ട് കുറേ നാളായി, ഇത് ആരും കൊണ്ടുപോകണില്ല. റോഡ് ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്ക്. അതിന് ആൾക്കാർ തട്ടി വീഴുക, അങ്ങനെ പല ബുദ്ധിമുട്ടും വരുന്നുണ്ട്. ഒരു മാറ്റാൻ വന്നിട്ട് മാറ്റുന്ന ഉദ്ദേശം കാണുന്നില്ല. ഈ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് പോലും ഈ ബീമുകൾ ഇവിടെ റോട്ടിൽ ഇട്ട് മാറ്റി ഇതാക്കണില്ല. പിന്നെ വാഹനങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ അപകടത്തിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. പൂങ്കുന്നം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നഗരത്തിലേക്കുള്ള എളുപ്പവഴി കൂടിയായ കോട്ടപ്പുറം റോഡിലെ ഈ അപകടക്കെണി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കാൻ ഇനി വലിയ അപകടം ഉണ്ടാകേണ്ടി വരുമോ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. അനാസ്ഥ വെടിഞ്ഞ് റോഡിലെ ഈ വലിയ തടസ്സം നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. ചാരായം വാറ്റുന്നതിനായുള്ള വാഷ് സഹിതം പ്രതിയെ ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. മുപ്പിളിയം ഉപ്പുഴി സ്വദേശി ആലക്കത്ര വീട്ടിൽ രവിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷിജിലും സംഘവും അറസ്റ്റ് ചെയ്തത്. ചാരായം വാറ്റുന്നതിനായി ഇയാൾ സൂക്ഷിച്ചിരുന്ന 60 ലിറ്റർ വാഷും സംഘം കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ചാരായ കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ പള്ളിക്കുന്ന് സ്വദേശി വേലത്തിപ്പറമ്പിൽ ജോബിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. രാഷ്ട്രീയ വിരോധം മൂലം യുവാക്കളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 4 പ്രതികൾക്ക് 6 വർഷം തടവും 15,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. അഞ്ചേരി സ്വദേശി മുണ്ടക്കൽ അഖിലിനെയും സുഹൃത്തായ സ്റ്റെജോവിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ആക്രമിച്ച കേസിലാണ് വിധി. അഞ്ചേരി സ്വദേശികളായ പനമുക്ക് വീട്ടിൽ കണ്ണൻ എന്ന കൃഷ്ണകുമാർ, മങ്കുഴി വീട്ടിൽ സത്യൻ എന്ന തന്തുരു, മങ്കുഴി വീട്ടിൽ സുജിത്ത്, കൊട്ടേക്കാട്ടിൽ അരുൺ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി സി സൗന്ദരേഷ് ശിക്ഷിച്ചത്. കേസിലെ 5ാം പ്രതിയായ മങ്കുഴി വീട്ടിൽ സജീഷ് ഇപ്പോഴും ഒളിവിലാണ്. 2012 ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് PK മുജീബ് എന്നിവർ ഹാജരായി. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന യൂത്ത് ബോക്സിംഗ് ടൂർണമെന്റിന് വേണ്ടിയുള്ള തൃശൂർ ജില്ലാ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് നടന്നു. 12 കിലോ വിഭാഗത്തിൽ 4 പെൺകുട്ടികളടക്കം 15 പേരെ സെലക്ട് ചെയ്തു. അയ്യന്തോൾ ബ്ലാക്ക് ഡ്രാഗൺ മാർഷ്യൽ അക്കാദമിയിൽ നടന്ന സെലക്ഷൻ ക്യാമ്പ് സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബോക്സിംഗ് കോർഡിനേറ്റർ V സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. 26, 27, 28 തീയതികളിലായാണ് സംസ്ഥാന യൂത്ത് ടൂർണമെന്റ് നടക്കുന്നത്. കുന്നംകുളം കാവിലക്കാട് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. കൂട്ടിയെഴുന്നള്ളിപ്പിനിടെ ചെറുപുഷ്പം കമ്മിറ്റിക്കാരുടെ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പരിഭ്രാന്തരായ ജനം 4 പാടും ചിതറിയോടി. പാപ്പാന്മാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ആനയെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞു. പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലായ ആനയെ പിന്നീട് പൂരപ്പറമ്പിൽ നിന്നും മറ്റൊരു പറമ്പിൽ കൊണ്ടുപോയി തളച്ചു. സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെയും പട്ടിക്കാട് ബോധ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുതിരാൻ തുരങ്കമുഖത്ത് കൂട്ടധർണ നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക, മുടങ്ങിക്കിടക്കുന്ന തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കുക, നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും നടത്തിവരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഗണേഷ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഫോറം ജില്ലാ പ്രസിഡന്റ് MG രാജൻ അധ്യക്ഷനായിരുന്നു. ബോധ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും മുൻ ഡിവൈഎസ്പിയുമായ PP രവീന്ദ്രൻ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് ശ്രീജിത്ത് മേനോൻ, ഷമീർ മേത്തർ, വിനു പുളിക്കച്ചിറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ജില്ലാതല ആഘോഷങ്ങൾ തൃശൂരിൽ നടന്നു. ചലച്ചിത്ര നടി രചന നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ TV അനുപമ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർമാരായ KV മുരളീധരൻ, MB ഗിരീഷ്, ജെസിക്കുട്ടി മാത്യു, K ഹുസൈൻ, P അനിൽകുമാർ, റവന്യൂ ഡിവിഷണൽ ഓഫീസർ P സാനു തുടങ്ങിയവർ പങ്കെടുത്തു. വിയാർപുരം ശാസ്താംകുന്നിൽ പോലീസുകാരെ ദേഹോപദ്രവമേൽപ്പിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. വെള്ളാഞ്ചിറ പറമ്പിക്കാട്ടിൽ മിഥുൻ, വല്ലക്കുന്ന് പാലമറ്റത്ത് ജോയൽ, ശാസ്താംകുന്ന് തത്തുപറ വിഷ്ണു, ആളൂർ എടത്താടൻ അശ്വിൻ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഓഫീസർ J മാത്യു, SI VS വത്സകുമാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശാസ്താംകുന്ന് ക്ഷേത്രോത്സവത്തിനിടെ മേളം നടക്കുന്ന ഭാഗത്തേക്ക് ബൈക്കുകൾ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചത് പോലീസുകാർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത്. ചാലിശ്ശേരി പള്ളി തർക്ക കേസിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് പള്ളിക്ക് വേണ്ടി യാക്കോബായ വിഭാഗം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. കയ്യൂക്കും അധികാരവും ഉപയോഗിച്ച് അന്തിമ ഉത്തരവ് അട്ടിമറിക്കാൻ ശ്രമിക്കരുതെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. തിരൂരിൽ കടകളിൽ മോഷണ ശ്രമം. തിരൂർ പള്ളിക്ക് സമീപത്തുള്ള AVM കോക്കനട്ട്, പവർ മാക്സ് ബാറ്ററി എന്നീ കടകളിലാണ് മോഷണ ശ്രമം നടന്നത്. ബാറ്ററി കടയുടെ ഗ്ലാസ് ഡോർ തല്ലി തകർത്ത നിലയിലാണ്. കേരള ബ്രാഹ്മണ സഭ സംഘടിപ്പിച്ച ശ്രീ ത്യാഗരാജ ആരാധന മഹോത്സവത്തിന് പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെ സമാപനമായി. പുഷ്പഗിരി ജാനകിനാഥ് ഹാളിൽ നടന്ന പഞ്ചരത്ന കീർത്തന ആലാപനത്തിന് ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ നേതൃത്വം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ നിരവധി സംഗീതജ്ഞർ സംഗീതാർച്ചനയോടെ പ്രണാമം അർപ്പിച്ചു. വാണിജ്യം. കാൻപ്ലൈ പ്ലൈവുഡിന്റെ അംഗീകൃത ഡീലറായ TRC പ്ലൈവുഡ് വളർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുട്ടനെല്ലൂർ റോഡിൽ വളർക്കാവിൽ ആരംഭിച്ച TRC പ്ലൈവുഡ് തെക്കേക്കര ടിംബേഴ്സ് ഉടമ TR മാണി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി മേച്ചേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു. റോസ്ലി ദേവസി ഭദ്രദീപം തെളിയിച്ചു. കാൻപ്ലൈ പ്ലൈവുഡ് CEO റോബർട്ട് മുട്ടത്ത്, TRC പ്ലൈവുഡ് ഉടമ TC ഷാജി, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മരവ്യവസായ രംഗത്ത് 40 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള TRC സോമില്ലിന്റെ പുതിയ സംരംഭമാണ് TRC പ്ലൈവുഡ്. ഏറ്റവും മികച്ച ഗുണമേന്മയാർന്ന കാൻപ്ലൈ പ്ലൈവുഡിന്റെ എല്ലാവിധ പ്ലൈവുഡുകളും TRC പ്ലൈവുഡിൽ ലഭ്യമാണ്.
കൂടാതെ മൾട്ടിവുഡിന്റെ മികച്ച ശേഖരവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9446146809. വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുരുകുലം ഫൗണ്ടേഷന്റെ എൻട്രൻസ് കോച്ചിംഗ് സെന്ററും നെറ്റ് ജനസേവന കേന്ദ്രവും എങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. 5-ാം കല്ല് സെന്ററിലെ കാക്കനാട്ട് കോംപ്ലക്സിന്റെ 1-ാം നിലയിലാണ് ജനസേവന കേന്ദ്രം തുറന്നിരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ നെറ്റ് ജനസേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഗുരുകുലം എൻട്രൻസ് കോച്ചിംഗ് സെന്റർ ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി ചെയർമാൻ KR കുസുമൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുകുലം ഫൗണ്ടേഷൻ ചെയർമാൻ സമൻകുമാർ പള്ളിക്കടവത്ത്, ഡയറക്ടർ സർജുകുമാർ പള്ളിക്കടവത്ത്, എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റുമാരുടെ സംഘടനകളായ ചെക്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിറിൽ ഇലഞ്ഞിക്കൽ, ഐക്ക പ്രസിഡന്റ് മനോജ് മനത്തുടിയിൽ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ, ഇൻകം ടാക്സ് ഫയലിംഗ്, GST രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഗുരുകുലം നെറ്റ് ജനസേവന കേന്ദ്രത്തിൽ ലഭ്യമാണ്. രജിസ്ട്രേഷൻ വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്നിവ ഗുരുകുലം നെറ്റ് ജനസേവന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ജീവൻ പ്രമാൺ, ലൈഫ് സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, വിദ്യാഭ്യാസ ലോൺ, വിമാന ടിക്കറ്റ്, എംബസി ഉൾപ്പെടെയുള്ള അറ്റസ്റ്റേഷൻ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരുടെ സഹായനിധിയിലേക്കുള്ള അപേക്ഷകൾ, റേഷൻ കാർഡ്, കൃഷിഭവൻ, പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ കൂടാതെ ഹോട്ടൽ ബുക്കിംഗ്, മൊബൈൽ ബിൽ, DTP ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ നെറ്റ് ജനസേവന കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംവിധായകൻ പ്രിയനന്ദനന് നേരെ ആക്രമണം. തലയിലൂടെ ചാണകവെള്ളം ഒഴിച്ചതിന് ശേഷം മർദ്ദിച്ചു. ആക്രമണത്തിന് പിന്നിൽ RSS എന്ന പ്രിയനന്ദൻ. പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരക്ക് വർധനവിന്റെ പേരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രക്കാരിൽ നിന്നും അമിത നിരക്ക് ഈടാക്കുന്നതായി വ്യാപക പരാതി. മീറ്റർ റീസെറ്റ് ചെയ്യുന്നതിന്റെ മറവിലാണ് ഈ പകൽ കൊള്ള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന. വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും നടപടി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൂട്ടസ്ഥലം മാറ്റം. തൃശൂർ RTO ഓഫീസിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. 2000-ഓളം പോലീസുകാരെ വിന്യസിക്കും. സുരക്ഷയ്ക്ക് തണ്ടർ ബോൾട്ട് സേനയും. നാടക കാഴ്ചകൾക്ക് വിട. ഒരാഴ്ചക്കാലം സാംസ്കാരിക നഗരിക്ക് ലോക നാടക കാഴ്ചകൾ സമ്മാനിച്ച ഇറ്റ്ഫോക്ക് നാടകമേളയ്ക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.